نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكتاب كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون ഏറെ പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, സർവലോകരക്ഷിതാവും നിയന്താവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം പാലിച്ച് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദാസന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമളാനിന്റെ അവസാനത്തെ ജുമുഅയിലാണ് നമ്മളുള്ളത്. ഈമാനുള്ള റമളാനിന്റെ പവിത്രതയും മഹത്വവും കണക്കാക്കാനാവാത്ത പ്രതിഫലവും തിരിച്ചറിഞ്ഞൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റമളാനിൽ ഏറ്റവും വിലപ്പെട്ടതും ഏറ്റവും കൂടുതൽ അവൻ ശ്രദ്ധിക്കുന്നതും അധ്വാനിക്കുന്നതും റമളാനിന്റെ അവസാനത്തെ ദിനരാത്രങ്ങളിലാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ ധർമ്മം കൊടുക്കാറുള്ളതല്ല അവസാനത്തെ പത്തിൽ അടിച്ചു വീശുന്ന കാറ്റുപോലെ എന്നൊക്കെ ഹദീസിൽ കാണാം. അതുപോലെ റമളാനിന്റെ അവസാനത്തെ പത്തിൽ ഒന്നുകൂടി സ്വതക്കയുടെ കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നു എന്നാണ്. രാത്രിയിലാവട്ടെ, അതേപോലെ റമളാനിന്റെ അവസാനത്തെ പത്തിലെ പകലിലാവട്ടെ, പൂർണ്ണമായും അവസാനത്തെ 10 ഇഅ്തികാഫിനു വേണ്ടി മാറ്റിവെക്കുന്നതാണ് നബിചര്യയിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ആ മാതൃക പിൻപറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ പോലും പ്രവാചകന്റെ വഫാത്ത് കഴിഞ്ഞിട്ടും പള്ളിയിൽ ഇഅ്തികാഫ് ഇരുന്നത് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. അപ്പൊ എത്രമാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ട, റമളാനിന്റെ അവസാനത്തെ 10 എത്രമാത്രം ശ്രദ്ധിക്കേണ്ട ഒരു ഇബാദത്താണ് ഇഅ്തികാഫ്. പക്ഷെ എന്തോ ആളുകൾക്കതിൻ്റെ ഒരു മഹത്വവും പ്രതിഫലവും മനസ്സിലായിട്ടില്ലാത്തതുപോലെയാണ് തോന്നുന്നത്. റമളാൻ കടന്നു വരുമ്പോൾ, റമളാൻ എത്തി എന്ന് പറയുന്ന നമ്മൾ
റമദാൻ വിട പറയാൻ നിൽക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് അത് വന്നു പോകുന്നത് അല്ലെങ്കിൽ വന്നു പോയത് എന്ന് കമന്റുകൾ പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തഖാറബു സമാൻ, കാലം അടുത്തു വരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും. വർഷം മാസം പോലെയും, മാസം ആഴ്ച പോലെയും, ആഴ്ച ദിവസം പോലെയും, മണിക്കൂറുകൾ ഒരു മിന്നൽ പിണറ് പോലെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മുടെ സമയമാണ്. നമുക്ക് അല്ലാഹു നിശ്ചയിച്ച സമയം തീർന്നാൽ നമ്മുടെ ജീവിതവും അവസാനിക്കുകയാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സമയമാണ്. റമദാനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും സമയമാണ്. മഹാനായ യഹ്യ ബിൻ മുആദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഇളാഅത്തുൽ വഖ്തി അശദ്ദു മിനൽ മൗത്ത് എന്നാണ്. മരണത്തെക്കാൾ കഠിനമാണ് സമയം പാഴാക്കുന്നത് എന്നാണ്. അഥവാ മരണം കൺമുമ്പിൽ കാണുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഭീതി ഉണ്ടാവില്ല. ഒരു ടെസ്റ്റ് കഴിഞ്ഞ് ക്യാൻസർ ആണെന്ന് ഉറപ്പിച്ച് അതിൻ്റെ എല്ലാ സ്റ്റേജുകളും കഴിഞ്ഞു, ഇനി നിനക്ക് മുമ്പിൽ ഡോറുകളൊന്നുമില്ല എന്നൊരാളോട് പറയുമ്പോൾ അയാൾ മരണത്തെ മുന്നിൽ കാണുന്ന ഒരു ഭീതി ഉണ്ടല്ലോ, പേടിയുണ്ടല്ലോ. അതിനേക്കാൾ പേടിയിലാണ് മുൻഗാമികൾ സമയത്തെ പാഴാക്കുന്നതിനെ കണ്ടത് എന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. നമ്മൾ ഈ ലോകത്ത് നോക്കിയാൽ പല സാധനങ്ങളും നമുക്ക് ഉപയോഗിച്ചത് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും, ഉപയോഗിക്കാതെ എടുത്തു വെച്ചിരിക്കുന്നതും എടുത്തുപയോഗിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് അല്ലാഹു നിശ്ചയിച്ച ഒരു സമയത്തെ തിരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അത് വീണ്ടും ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് അസാധ്യമാണ്. അങ്ങനെ അസാധ്യമായ ഒരേ ഒരു വസ്തു എന്ന് പറയുന്നത് അത് സമയവുമാണ്. അതുകൊണ്ടാണ് മഹാനായ ഹസനുൽ ബസ്വരി റഹ്മഹുല്ല പറഞ്ഞത്, നിങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ചു തന്നിട്ടുള്ള ഈ ദുനിയാവിലെ ദിവസം എന്ന് പറയുന്നത് 3 അതിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത് ഒരേ ഒരു ദിവസം മാത്രമാണ്. അദ്ദുന്യാ സലാസതു അയ്യാം അമ്മൽ അംസ് ഫഖദ് ദഹബ, ഇന്നലെ എന്നത് തീർന്നു. ബിമാ ഫീഹി വ അമ്മാ ഗദൻ ഫലഅല്ലക ലാ തുദ്രികുഹു, നാളെ അത് നിനക്ക് കിട്ടുമെന്നറിയില്ല. വ അമ്മൽ യൗം, ഇന്ന് എന്ന ഒരു ദിവസമുണ്ട്. വലക, അത് നിനക്കുള്ളതാണ്. ഫഅമൽ ഫീഹി, അതിൽ നീ അമലുകൾ ചെയ്യുക എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏറെ ശ്രദ്ധേയമായ ഒരു സലഫിന്റെ വചനമാണത്. അത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ റമദാനിലാണ്, റമദാനിന്റെ ഏറ്റവും അവസാനത്തെ പത്താണ്. ആ അവസാനത്തെ പത്തിൽ തന്നെ നമുക്കറിയാം ഈ റമദാനിൽ 5 അല്ലെങ്കിൽ 6 നോമ്പ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. ഇന്ന് തന്നെ 24-ാം നോമ്പാണ്. ലൈലത്തുൽ ഖദർ, ഏറ്റവും പ്രതീക്ഷിക്കാവുന്ന രാവുകളിൽ ഒന്നുകൂടിയാണ് 25-ാം രാവ്. അത് 27-ാം രാവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയും പരിമിതപ്പെടുത്തിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒന്നുകൂടി ശ്രദ്ധിക്കണം. നമ്മുടെ അസൗകര്യങ്ങളൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ പോയി ഒന്ന് രാത്രി ഇരിക്കാന്ന് വിചാരിച്ചാൽ ആർക്കും പറ്റൂല. ഉറക്കക്ഷീണം ഉണ്ടാവും, ജോലി പ്രശ്നം ഉണ്ടാവും, തിരക്കുകളും നമ്മുടെ അസൗകര്യങ്ങളും എല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം അള്ളാഹുവിന്റെ ഭവനത്തിൽ പോയി ഇത്തിക്കാഫിരിക്കാൻ. അല്ലാതെ നമുക്കൊന്നും ജീവിതത്തിൽ ഇത്തിക്കാഫിരിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് കുറഞ്ഞ സമയമാണെങ്കിൽ പോലും ആ സമയം അള്ളാഹുവിന്റെ ഭവനത്തിൽ ചെലവഴിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു നല്ല മനസ്സ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ റമദാനിൽ 24-ാമത്തെ നോമ്പിൽ നമ്മൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഇനി 5-6 നോമ്പാണ് ബാക്കിയുള്ളതെങ്കിൽ പോലും അത് പൂർത്തീകരിക്കണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീക്ക് വേണം. അപ്രതീക്ഷിതമായിട്ടാണ് പലപ്പോഴും മരണം കടന്നു വരിക. ഇന്നലെ ഒരു രോഗിയുമായി ആംബുലൻസ് ഡ്രൈവർ, അദ്ദേഹം ആശുപത്രിയിലേക്ക് പോവാൻ, അത്യാസന്ന നിലയിലായ ഒരു രോഗിയായിട്ട് ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ആ രോഗിയെ കൊണ്ടുപോയ ആംബുലൻസ് ഡ്രൈവർ അദ്ദേഹം പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയാണ്. അല്ലെ, നമ്മളൊന്നും പ്രതീക്ഷിക്കുന്ന സമയത്തല്ല ഇത് വരുന്നത്. അതുകൊണ്ട് അപ്രതീക്ഷിതമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന മരണമെന്ന അതിഥിയെയും അതിനുശേഷം മടങ്ങിപ്പോകേണ്ട ലോകത്തെയും നന്നായി നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ് സൂറത്തുൽ ബഖറയിലെ
281 വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. റബ്ബ് പറയാ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. വത്തഖൂ യൗമ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ, തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുന്ന ദിവസമാണ്. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, അവിടെ വെച്ചാണ് നിങ്ങൾ ചെയ്ത നന്മ തിന്മകളുടെ പ്രതിഫലങ്ങൾ പൂർണ്ണമായി നിങ്ങൾക്ക് നൽകപ്പെടുന്നത്. വഹും ലാ യുളമൂൻ, അവിടെ ഒരാളോടും അക്രമമോ അനീതിയോ കാണിക്കപ്പെടുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകവുമായി ചേർത്ത് വെച്ച് പറഞ്ഞ ഒരു വചനമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മരണത്തിന്റെ മലക്കുകൾ അടുത്തു വരുമ്പോൾ ചില ആളുകൾ കരഞ്ഞു നിലവിളിക്കും, ചില ആളുകൾ സന്തോഷിക്കും. അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു മരണത്തിലേക്ക് അവർ അടുക്കുകയാണ്, അള്ളാഹുവിലേക്ക് തൃപ്തിയോടുകൂടി അവർ മടങ്ങുകയാണ്. അങ്ങനെയുള്ള ആളുകളുടെ അടുത്താണ് മലക്കുകൾ വന്നിട്ട് പറയുന്നത്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സ്വർഗത്തിലേക്ക് മലക്കുകൾ ക്ഷണിക്കുകയാണ്, ആശംസകൾ അറിയിക്കുകയാണ്. അള്ളാഹുവിന്റെ വിളിക്ക് വേണ്ടി നിങ്ങൾ റബ്ബദ കാത്തു നിൽക്കുന്നു എന്നവരോട് പറയുകയാണ്. മുത്തുമഇന്നത്തായ നഫ്സെ എന്നവരെ അവരെ സ്വാഗതം ചെയ്യുകയാണ്. ആ ഒരു മടക്കം, ഈമാനോടുകൂടിയുള്ള ആ ഒരു മടക്കം, അങ്ങനെയുള്ള ഒരു മടക്കമാവണം പ്രിയമുള്ളവരെ റമദാനിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത്, അമലുകളിലൂടെ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും ഒരുപാടുണ്ട്, സ്വപ്നങ്ങൾ ഒരുപാടുണ്ട്, പ്രതീക്ഷയോടുകൂടി പ്രതീക്ഷ വെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഏറ്റവും വലിയ പ്രതീക്ഷയും ഏറ്റവും വലിയ ലക്ഷ്യവും ഏറ്റവും വലിയ ആഗ്രഹവും അത് നമുക്ക് മുമ്പിൽ സ്വർഗമായിരിക്കണം. വിലാപങ്ങളുടെ ലോകത്തേക്കല്ല നമുക്കെത്തേണ്ടത്, സന്തോഷങ്ങളുടെ ലോകത്തേക്കാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അവസരമാണ് ഈ വിശുദ്ധ റമദാൻ എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയുക. മഹാന്മാരായ സലഫുകളുടെ അവസാന പത്തുകളെ പറ്റി പറയുന്നുണ്ട്. ഒരൊറ്റ ദിവസം കൊണ്ട്, ചില റിപ്പോർട്ടുകളിലൊക്കെ ഒരു രാത്രി കൊണ്ടെന്നൊക്കെ കാണാം, വിശുദ്ധ ഖുർആൻ ഓതി തീർക്കുകയാണ്. ഖത്തുമുകൾക്ക് മേലെ ഖത്തുമുകൾ അവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഖുർആനിന്റെ കാര്യത്തിൽ ഒന്നുകൂടി ശ്രദ്ധിച്ച്, മറ്റ് ഇബാദത്തുകളിൽ ഒന്നുകൂടി ശ്രദ്ധിച്ച് നല്ല നിലയ്ക്ക് മുമ്പോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. മഹാനായ അൽ ഇമാം അദ്ദഖാഖ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, മൻ അക്സറ മിൻ ദിക്രിൽ മൗത്ത്, ഒരാൾ മരണത്തെ പറ്റിയുള്ള ചിന്ത അധികരിപ്പിച്ചാൽ ഉക്രിമ ബി സലാസതി അഷ്യാ, 3 കാര്യങ്ങൾ കൊണ്ട് അവൻ ആദരിക്കപ്പെടും എന്നുള്ളതാണ്. ഒന്ന് തഅജീലു തൗബ, തൗബ നാളെയാകാം എന്ന് ചിന്തിക്കില്ല. എത്രയും വേഗം വന്നുപോയ തെറ്റുകൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് റബ്ബിലേക്ക് അവൻ മടങ്ങും. വഖനാഅത്തുൽ ഖൽബ്, അവന്റെ മനസ്സിന് നല്ലൊരു തൃപ്തി ഉണ്ടാവും, ഒരു തൃപ്തി, ഹൃദയത്തിന് ഒരു തൃപ്തി. അള്ളാഹ് പറഞ്ഞതുപോലെ ചെയ്യാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു തൃപ്തി ഉണ്ടാകും. വനശാത്തുൽ ഇബാദ, മരണത്തെ പറ്റി ആലോചിക്കുമ്പോൾ ഇബാദത്തുകൾക്ക് നല്ലൊരു ഉന്മേഷം വരും, അലസതയല്ല, നല്ലൊരു ഉന്മേഷത്തോടുകൂടി നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ ഈ റമദാൻ അവസാനിക്കും മുമ്പ് ഇബാദത്തുകൾ കൊണ്ട് റമദാനിന്റെ മഹത്തായ രാപ്പകലുകളെ ധന്യമാക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും എല്ലാം പാലിച്ച് ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റമദാനിന്റെ അവസാന നിമിഷങ്ങൾ എത്തുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് സക്കാത്തുൽ ഫിത്റാണ്. ഖദ് അഫ്ലഹ മൻ തസക്ക വദകറ സ്മ റബ്ബിഹി ഫസല്ല എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്തെടുത്ത് വെച്ചുകൊണ്ട് മുഫസ്സിറുകൾ അത് ഫിത്ർ സക്കാത്താണ്, പെരുന്നാളിന് വേണ്ടി പോകുമ്പോൾ ചൊല്ലുന്ന ദിക്റുകളെ പറ്റിയാണ് ആയത്തിൽ പറയുന്നത്.
അതിനുശേഷം നിർവഹിക്കുന്ന പെരുന്നാൾ നമസ്കാരവുമാണ് എന്ന് മുഫസ്സിറുകളൊക്കെ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. ഖുർആനിൽ എടുത്തു പറയപ്പെട്ട അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫർള് ഐൻ എന്ന് സൂചിപ്പിച്ച സക്കാത്താണ് ഫിത്ർ സക്കാത്ത്. ഫറള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തൽ ഫിത്രി തുഹ്റതൻ ലിസ്സായിമി മിനൽ ലഗ്വി വറഫത്ത് വതുഅമതൻ ലിൽ മസാകീൻ എന്നാണ്. നമ്മുടെ നോമ്പിൽ ഒക്കെ വന്നുപോയിട്ടുള്ള ചെറിയ പിഴവുകൾ, പാകപ്പിഴവുകൾ ഒക്കെ അള്ളാഹു പുറത്തു തരാനുള്ള ഒരു മാർഗമാണ് സക്കാത്തുൽ ഫിത്ർ. അതോടൊപ്പം അത് മിസ്കീനുകൾക്കുള്ള ഭക്ഷണമാണ്. ആ ഹദീസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേവലം ഇവിടെ ഔക്കാഫ് നിശ്ചയിച്ചത് പ്രകാരം ഒരു ദിനാർ എടുത്തു കൊടുക്കുമ്പോൾ അത്ര സിമ്പിളായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. നല്ല നിയ്യത്തോടുകൂടി ഖലാസോടുകൂടി ഇതെന്തിനാണ് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് ചെയ്യേണ്ട, റമദാനിന്റെ അവസാനത്തിൽ അള്ളാഹു നിശ്ചയിച്ച, ദീൻ നിശ്ചയിച്ച മഹത്തായ ഒരു ഇബാദത്താണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. ആ നിയ്യത്തോടുകൂടി അത് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം ആ ഹദീഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തുഅമതൻ ലിൽ മസാകീൻ എന്നാണ്. അത് മിസ്കീനുകൾക്കുള്ള ഭക്ഷണമാണ് എന്നുള്ളതാണ്. ആ പദത്തിൽ തന്നെ സക്കാത്ത് എന്ന പദമുണ്ട്. സക്കാത്തുൽ ഫിത്ർ എന്നുള്ളതാണ്. സക്കാത്ത് ആർക്കാ കൊടുക്കേണ്ടത്? 8 വിഭാഗം ആളുകൾക്കാണ്. പക്ഷെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത് ഈ 8 വിഭാഗത്തിന് ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. അത് 2 വിഭാഗത്തിനാണ് കൊടുക്കുന്നത് ഏറ്റവും അനുയോജ്യമായത്, അനുഗുണമായത് എന്ന് പറയുന്നത്. അതെന്താണ്? അത് 2 വിഭാഗമാണ്. ഒന്ന് മിസ്കീൻ, മറ്റൊന്ന് ഫക്കീർ. ഈ ആളുകളിലേക്ക് നമ്മുടെ ഫിത്ർ സക്കാത്ത് എത്തുമ്പോഴേ അത് ഫിത്ർ സക്കാത്ത് ആവുന്നു എന്നുള്ളതാണ്. അല്ലാതെ നമുക്കിഷ്ടമുള്ള ആർക്കെങ്കിലും കൊടുത്താൽ, ആർക്കെങ്കിലും ആ ഒരു അരി എടുത്തു കൊടുത്താൽ അത് ഫിത്ർ സക്കാത്ത് ആവൂല. അതൊരു മിസ്കീനിന്റെയോ ഫക്കീറിന്റെയോ കൈകളിൽ എത്തണം എന്നുള്ളതാണ്. എന്നത് പറയാൻ കാരണം, പല ആളുകളും ഈ കാലത്ത് എവിടെയാണ് മിസ്കീനും ഫക്കീറും ഉള്ളത്? നമ്മുടെ കുവൈറ്റിലൊക്കെ ഉണ്ടോ? അങ്ങനെ കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? പൈസ പിരിച്ചിട്ട് അത് മറ്റെന്തെങ്കിലും ചാരിറ്റിക്ക് കൊടുക്കും. ഫിത്ർ സക്കാത്ത് വീടില്ല. ഫർള് ഐനാണെന്ന് ഓർക്കണം, നിർബന്ധമാണ്. അത് ചെയ്തില്ലെങ്കിൽ അള്ളാന്റെ അടുത്ത് ശിക്ഷ കിട്ടുന്ന വിഷയമാണ്. പെരുന്നാൾ ദിവസത്തിലെ തനിക്കും തന്റെ കുടുംബത്തിനുമുള്ള ചെലവ് കഴിഞ്ഞ് മിച്ചമുള്ള എല്ലാവരും അത് കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മുടെ പ്രവാസ ലോകത്ത് ചില ആളുകളൊക്കെ വിവരമില്ലാതെ ചെയ്യുന്നത്, ബാച്ചിലേഴ്സ് റൂമുകളിലൊക്കെ അരി വാങ്ങിയിട്ട് ഇപ്പുറത്തെ കട്ടിലിൽ കിടക്കുന്നവന് അപ്പുറത്തുള്ളവൻ കൊടുക്കും, അവൻ ഇങ്ങോട്ട് കൊടുക്കും, അങ്ങനെ ഫിത്ർ സക്കാത്ത് വീടിയെന്നുള്ള. അതും വീടുകയില്ല. ഇതൊക്കെ അള്ളാഹിനെ പറ്റിക്കലാണ്. ശാബത്ത് ദിനത്തിൽ ബനൂ ഇസ്രായേലിൽ മീൻ പിടിക്കാൻ കെണി വെച്ചതുപോലുള്ള പരിപാടികളാണ്. അർഹരായ ആളുകളെ കണ്ടെത്തി അത് അർഹരായ ആളുകളുടെ കൈകളിലേക്ക് നമ്മൾ അത് എത്തിച്ചു കൊടുക്കണം. നമ്മളിവിടെ ചെയ്യുന്നത്, ഈ പണം ശേഖരിച്ചു കഴിഞ്ഞാൽ ഈ കുവൈറ്റിൽ അതിനർഹരായ ആളുകൾക്ക് കൊടുക്കുകയും അല്ലാത്തത് നാട്ടിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ കഷ്ടപ്പെടുന്ന ആളുകളെ കണ്ടെത്തി അർഹരായ ആളുകളിലേക്ക് അരിയായി അത് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു നിയ്യത്തിൽ നമ്മൾ അത് ശ്രദ്ധിച്ച് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നന്മകളെയും കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ജുമാ കഴിഞ്ഞ് ഇവിടെ അത് ശേഖരിക്കുന്നുണ്ട്. അതിന്റെ വിതരണം നടക്കുന്നത് പെരുന്നാളിന്റെ തലേന്നോ അല്ലെങ്കിൽ തലേന്നിന്റെ തലേന്നോ ഒക്കെ ആയിട്ടായിരിക്കും. ശ്രദ്ധിക്കാനുള്ളത്, നമുക്കിതിനെപ്പറ്റി നമുക്കറിയാമെങ്കിലും തീരെ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ആളുകളുണ്ട്. അവരോട് കൂടി ഇത് പറഞ്ഞ് അത് ശേഖരിച്ചെത്തിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് ഒരുപക്ഷെ അടുത്ത വ്യാഴമോ അല്ലെങ്കിൽ അടുത്ത വെള്ളിയോ പെരുന്നാളാകാം. അങ്ങനെയാണ് എങ്കിൽ കുവൈറ്റിലെ നിലവിലെ ഈ ചുറ്റുപാടും സാഹചര്യവും പ്രതികൂലമായ സാഹചര്യവും പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ഈ പള്ളിയിൽ വെച്ച് തന്നെയായിരിക്കും ഇൻഷാ അല്ലാഹ് പെരുന്നാൾ നമസ്കാരം നടക്കുക. അതിന്റെ സുന്നത്തുകളെല്ലാം ശ്രദ്ധിച്ചും പാലിച്ചും പെരുന്നാളിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നന്മകളെയും സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ നോമ്പും നമ്മുടെ രാത്രി നമസ്കാരങ്ങളും നാം നിർവഹിക്കുന്ന, നാം കൊടുക്കുന്ന സ്വതക്കുകളും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂൽ ചെയ്യുമാറാവട്ടെ. വിലപ്പെട്ട ദിനങ്ങൾ ഇനി വിരലിലെണ്ണാൻ മാത്രം ബാക്കിയാണ്. ആ ദിനങ്ങളെ അതിന്റെ ഫളിലും മഹത്വവും മനസ്സിലാക്കിക്കൊണ്ട് ഇഅ്തികാഫുകളിലൂടെയും മറ്റ് ഇബാദത്തുകളിലൂടെയും ആ ദിവസങ്ങളെ ധന്യമാക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ രോഗികളായി കഴിയുന്നവർക്ക് അല്ലാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. കുവൈറ്റിൽ നമ്മുടെ ആദർശ പ്രബോധന രംഗത്ത് നമ്മളോടൊപ്പമുള്ള നമ്മുടെ 1-2 സഹോദരങ്ങളുടെ ഉപ്പമാർ ഇന്നലെ മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ.
അവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. സ്വർഗം നൽകി റബ്ബ് അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ. കുവൈറ്റിലെ സാഹചര്യങ്ങളും ഇന്ന് നമ്മുടെ ചുറ്റുപാടുമുള്ള അവസ്ഥകളും നമുക്കറിയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനവും ശാന്തിയുമുള്ള ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആളുകൾക്കിടയിൽ അശാന്തിയും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സ്വേച്ഛാധിപതികളായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പാഠം പഠിപ്പിക്കുമാറാവട്ടെ. അവരുടെ കുതന്ത്രങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല തകർത്ത് കളയുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا توفنا مسلمين والحقنا بالصالحين. ربنا لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.